ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കീർത്തിക പള്ളൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ +1 ബയോളജി ടെക്സ്റ്റ് ഫുള്ളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യം ഞാൻ സുവോളജി ചാപ്റ്റേഴ്സും അതിൻ്റെ ഒരു അനലൈസിസൊക്കെ പറയാം. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ പറയാം. അങ്ങനെ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ്. അത് ആദ്യമായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് നന്നായി പഠിക്കും എന്നറിയാം. അത്ര വലിയ ചാപ്റ്ററൊന്നുമല്ല, ആകെ കുറച്ച് കാര്യങ്ങളെ അതിൽ പഠിക്കാനുള്ളൂ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആനിമൽ കിങ്ഡം. അത് നല്ല ശ്രദ്ധിച്ച് പഠിക്കണം. ഇതിൽ കുറേ കാര്യങ്ങൾ ഉണ്ട്, നന്നായി ഓർത്തിരിക്കേണ്ട ചാപ്റ്ററാണ്. എപ്പോഴും അതായത് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിനായാലും മോഡലിനായാലും പബ്ലിക് എക്സാമിനായാലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സുവോളജിയിലെ ആനിമൽ കിങ്ഡം. കുറച്ചധികം ഉണ്ട്, കുറച്ച് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, പക്ഷേ രസമാണ് പഠിക്കാൻ. അപ്പോൾ അതാണ് അടുത്ത ചാപ്റ്റർ. പിന്നെ നെക്സ്റ്റ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അത് ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. ഫ്രോഗ്സിനെ കുറിച്ച് മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളൂ. ആദ്യം കുറേ ഉണ്ടായിരുന്നു, എർത്ത് വോംസ്, പിന്നെ കോക്രോച്ചിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഫ്രോഗ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ള സിമ്പിൾ ചാപ്റ്ററാണ്, രസമാണ് പഠിക്കാൻ. പിന്നെ ബയോമോളിക്യൂൾസ്, അതെനിക്ക് അതിനെക്കുറിച്ച് അത്ര ഒരു ഇതില്ല, കാരണം ഞാൻ ഇപ്പോഴും അത് കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ല ഈ എക്സാമിന് വരെ. ഞാൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നന്നായി പഠിച്ചു. ബയോമോളിക്യൂൾസ് എനിക്ക് അറിയില്ല അതിലെന്താ പഠിക്കേണ്ടതെന്ന്. ഒരുമാതിരി ഒരു ചാപ്റ്ററാണ്, കെമിസ്ട്രിയും കൂടിയും കലർന്നൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് എനിക്ക് ആ ചാപ്റ്റർ അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല പഠിക്കാനായാലും. ഞാൻ അതിലൊരു 2-3 ബോക്സൊക്കെ ഉണ്ടായിരുന്നു, അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ഒന്ന് കണത് പഠിച്ച് പോയി ചെയ്തത്, അല്ലാതെ ആ ചാപ്റ്റർ മുഴുവൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചസ് ഓഫ് ഗ്യാസസ് ആണ്. അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ലോക്കോമോഷൻ മൂവ്മെൻറ്റ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ഇതാണ് നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് വരുന്നത്. ഇതൊക്കെ നല്ല ചാപ്റ്റേഴ്സാണ്, നല്ല രസത്തിൽ പഠിക്കാവുന്നതാണ്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ. നല്ല നമ്മുടെ റെസ്പിറേഷനെ പറ്റി പഠിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് ചാപ്റ്റർ. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്, നന്നായിട്ട് പഠിക്കാൻ പറ്റും. സുവോളജിയൊക്കെ +1 സുവോളജി എനിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. വായിച്ച് പോകണം എന്ന് മാത്രം. എപ്പോഴും അതിനോട് ടച്ച് വിട്ട് പോകാൻ പാടില്ല. എപ്പോഴും ബയോളജിയായിട്ട് നമുക്കൊരു കണക്ഷൻ വേണം, വായിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ ചെയ്യണം. എങ്കിൽ മാത്രമേ ബയോളജി ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. പിന്നെ അടുത്ത ബോട്ടണിയാണ്. ബോട്ടണിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതും നമ്മൾ നന്നായി പഠിക്കും, ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ട്. അതിൽ കുറച്ചൊക്കെ ഉണ്ട് പഠിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ പ്ലാൻ കിങ്ഡം, അതിലും അത്യാവശ്യമുണ്ട്. പിന്നെ മോർഫോളജി നല്ല രസമുള്ള ചാപ്റ്ററാണ്. കുറച്ച് നല്ല ചെറുതല്ല, ഒരു മീഡിയം ലെവൽ ചാപ്റ്ററാണ്, പക്ഷെ നല്ല രസത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് മോർഫോളജി. നമ്മുടെ ലീവ്സിനെ പറ്റി, നമ്മുടെ എല്ലാ ചെടികളെ പറ്റിയിട്ടൊരു ഫ്ലവറിങ് പ്ലാന്റ്സിനെ പറ്റിയിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നന്നായി പഠിക്കാൻ പറ്റും അത്. പിന്നെ അനാട്ടമിയാണ്. അനാട്ടമി അത്യാവശ്യം നല്ല വലുതൊന്നുമല്ല, ചെറിയ ചാപ്റ്റർ തന്നെയാണ്, പക്ഷേ എനിക്കത് പഠിക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്കടുത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ മോണോകോട്ടും ഡൈക്കോട്ടും 2 തരത്തിലുണ്ട് നമുക്ക് പ്ലാന്റ്സ്. അപ്പോൾ അവരത് തമ്മിൽ സ്റ്റെംസിൻ്റെ ഡിഫറൻസ്, അതുപോലെ റൂട്ടിൻ്റെ, ലീവ്സിൻ്റെ ഡിഫറൻസ്, അതൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതാണ് മെയിനായിട്ട് കൂടുതൽ പഠിക്കാനുള്ളത്. മോണോകോട്ട് ലീഫും ഡൈക്കോട്ട് ലീഫും അത് തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ എനിക്കത് അങ്ങോട്ട് മാറിപ്പോകും. അതുകൊണ്ട് എനിക്ക് ആ ചാപ്റ്റർ അത്ര വലിയ ഇഷ്ടമില്ല പഠിക്കാൻ. പിന്നെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, നല്ല ചാപ്റ്ററാണ്, നല്ല രസമാണ് പഠിക്കാൻ. സെൽ സൈക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ വളരെ കുഞ്ഞിതുമാണ്, നമ്മൾ 10th പഠിച്ച മാതിരി ഉള്ളതൊക്കെയാണ്. അനാഫേസ്, മെറ്റാഫേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. അത് ശ്രദ്ധിച്ച് പഠിച്ചാൽ നല്ല ഇതിൽ നേരെ പഠിക്കാൻ പറ്റും. ഈ ചാപ്റ്ററും അതുപോലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഉണ്ട്. അത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കില്ല, കാരണം ഇത് ഏറ്റവും അവസാനത്തേക്ക് വരുന്ന ചാപ്റ്റേഴ്സാണ്. അതായത് നമ്മുടെ ജനുവരിയിലൊക്കെ, ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ ജനുവരിയിലൊക്കെ എടുക്കണം. എക്സാം ടൈമിൻ്റെ ഒരു ഇതും പിന്നെ ഒരു മടിയൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ പോയി, ചാപ്റ്റർ ഒട്ടും പഠിക്കാൻ പറ്റില്ല നേരെ. അതുകൊണ്ട് തന്നെ എടുത്ത് പോകുമ്പോൾ തന്നെ വൃത്തിയിൽ പഠിച്ചിട്ട് പോകും. അതാണ് ഈ ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത. ശ്രദ്ധിച്ച് പഠിച്ചു പോകുമെങ്കിൽ മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ ഇത് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചാപ്റ്ററായിട്ട് മാറും.
പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് എന്തായാലും പബ്ലിക്കിലും മോഡലിനൊക്കെ വരും. അതുകൊണ്ട് അത് നേരെ നോക്കണം. ഈ 2 ചാപ്റ്റേഴ്സ് ബോട്ടണിയിലെ. പ്ലാൻ ഗ്രോത്തും ഡെവലപ്മെൻറ്റും കുഴപ്പമില്ലാതെ നല്ല ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബയോളജിയിലെ സുവോളജിയും ബോട്ടണിയായിട്ട് ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു സംഭവം. സുവോളജിയുടെ ചാപ്റ്ററിൻ്റെ ഒരു വെയിറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അനിമൽ കിങ്ഡം നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. പിന്നെ ബയോമോളിക്യൂൾസും നമ്മുടെ ക്രിസ്മസിനൊക്കെ നല്ല വെയിറ്റേജുള്ളതാണ്, അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഒരേപോലെ വെയിറ്റേജാണ്. അതാണ് നമ്മുടെ +1 പ്രത്യേകത. എല്ലാ ചാപ്റ്റേഴ്സും ഒരുപോലെ വെയിറ്റേജാണ്. കാരണം കൂടിയും കുറവും ഒന്ന് വിട്ടിട്ട് നമുക്ക് നോക്കാനൊന്നും പറ്റില്ല. ഒക്കെ ഒരേപോലെ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സാണ്. ഇനി ബയോളജിയിലെ ഓരോ ടേംസൊക്കെ ഓർത്ത് വയ്ക്കാനുള്ള ടിപ്സ് എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എഴുതി പഠിക്കുക. അതാണ് നമ്മൾ ആ വാക്കിനോട് യൂസ്ഡ് ആണ്. ഒന്നെങ്കിൽ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ നന്നായി വായിക്കുക. അതിനൊരു വിട്ടുവീഴ്ചയും ബയോളജിയിൽ വയ്ക്കാൻ പറ്റില്ല. നമുക്ക് നന്നായി വായിച്ചുകൊണ്ടേ ഇരിക്കണം ഓരോ ചാപ്റ്റേഴ്സും. ഞാൻ അവസാനമൊക്കെ എക്സാമിൻ്റെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഞാൻ മോഡൽ എക്സാമല്ല, ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ കിട്ടി. എക്സാം കഴിഞ്ഞ് പേപ്പറൊക്കെ കിട്ടി. പിന്നെ 2-3 ദിവസമായി പോയിട്ടുള്ളൂ സ്കൂളിലേക്ക്. പിന്നെ അവിടെ പോയിട്ടൊന്നുമില്ല. പിന്നെ മോഡൽ എക്സാമിനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സാം വരെ പോയിട്ടില്ല. അപ്പോൾ അത്രയും ടൈം എടുത്ത് വായിക്കുക തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബയോളജിയൊക്കെ ഫുള്ള്. എന്നിട്ടും എനിക്കറിയില്ല എനിക്ക് മാർക്ക് എങ്ങനെ വരികയെന്നൊന്നും. എന്തായാലും ബയോളജിയുടെ കാര്യത്തിൽ ഫുൾ ടെക്സ്റ്റ് വായിക്കുക അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ നല്ല ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എഴുതി പഠിക്കാൻ നോക്കുക. അതൊക്കെയാണ് ബയോളജിയിലുള്ളത്. പിന്നെ നമ്മുടെ ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതുക, എന്നിട്ട് അത് ഒന്ന് പഠിക്കാം. നമ്മളുടെ കൈ കൊണ്ട് ഷോർട്ട് നോട്ട് എഴുതുക, നമ്മളുണ്ടാക്കി എഴുതുന്ന കാര്യങ്ങൾ എഴുതുക. പിന്നെ എനിക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അതിന് അത്ര ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോ എക്സാമിൻ്റെയും സൈലത്തിൻ്റെയൊക്കെ യൂട്യൂബിൽ അവസാനം നമുക്ക് ഒരു 1 ഷോട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ തന്നെ എഴുതിയെടുക്കും. എന്നിട്ട് അത് നോക്കി പഠിക്കും. എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു സുവോളജിയിലെ ബയോമോളിക്യൂൾസ്, അതൊന്നും ഞാൻ ടെക്സ്റ്റ് വായിച്ചിട്ടില്ല. വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ആ ചാപ്റ്റർ എന്തോ ഒരു പോലെ തോന്നും. അതൊക്കെ ഞാൻ ഇപ്പോൾ 2 ക്ലാസ്സിൻ്റെയും സെമിനാർ നോക്കിയിട്ടുണ്ട്, എക്സാമിനർ നോക്കിയിട്ടുണ്ട്. അവസാന പ്രാവശ്യം അതിലെ ഓരോ അവർ 1 ഷോട്ടിലെടുക്കുന്ന ആ ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഞാൻ എഴുതിയെടുക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് അവർ പറയുന്നത് ഞാൻ കാണാതെ പഠിപ്പിക്കും. അങ്ങനെയാണ് എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ അവസാനം ചെയ്തത്. കാരണം മുഴുവൻ നമുക്ക് വിടാൻ പറ്റില്ല. ഒരു ചാപ്റ്ററും വിട്ടിട്ട് 10th അങ്ങനെ പറ്റും, വെയിറ്റേജ് നോക്കിയിട്ടൊക്കെ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേ വെയിറ്റേജാണ്. ഒരു ചാപ്റ്റർ പോയാൽ പോയതാണ്. ഏത് ചോദ്യമോ വരികയെന്ന് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചിട്ടും പാറ്റേണൊക്കെ മാറുന്ന സമയത്ത് നമുക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല എന്തൊക്കെ ഉണ്ടാവുകയെന്ന്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ബയോളജിയിലൊക്കെ പിന്നെ ശരിക്കും എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞാൽ. ഇന്നതേ വരൂ നമുക്കറിയാം, ടെക്സ്റ്റിലുള്ളതേ ബയോളജിയിലൊക്കെ വരൂ. ഈ ടെക്സ്റ്റത്തെ അതേ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിരിക്കും ചോദിക്കുക. ബയോളജി ശരിക്കും സുഖമാണ്. തുടക്കം മുതലേ ടെക്സ്റ്റ് നന്നായി വായിച്ച് ടെക്സ്റ്റിനോട് പരിചയമുള്ള ആളാണെങ്കിൽ ബയോളജി അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ബാക്കി സബ്ജക്റ്റിനെ പോലെയല്ല. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ മാറാം ചിലപ്പം. ഇപ്പം NCERTനാണ് ചോദിക്കുന്നു എന്ന് പറയും, നമുക്കറിയില്ല. അപ്പം ക്വസ്റ്റ്യൻസൊക്കെ മാറാം, നമ്പറൊക്കെ മാറി, അങ്ങനെ കുറച്ച് ഡിഫറൻസൊക്കെ ഉണ്ടാകും. പക്ഷേ ബയോളജിയുടെ കാര്യത്തിൽ ടെക്സ്റ്റിലുള്ളതേ ചോദിക്കുള്ളൂ, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, എങ്കിൽ തന്നെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഡയഗ്രാംസൊക്കെ നന്നായി നോക്കാം. ഓരോ ഡയഗ്രാമും നമ്മൾ അറിയുമെന്ന് വിചാരിക്കും, പക്ഷേ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അയ്യോ ഇതെന്താണ് എന്നൊക്കെ ഡൗട്ട് വരും. എനിക്ക് തന്നെ അങ്ങനെ കുറേ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർഫോളജിയിൽ തന്നെ ബോട്ടണിയിലെ മോർഫോളജിയുടെ ചാപ്റ്ററിലാണ് കൂടുതൽ ഡയഗ്രാംസ് എന്നാണ് കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഫ്ലവറിനെ പറ്റി പറയുമ്പോൾ എപ്പിഗൈനസ് പെരിഗൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചിത്രം മാത്രമേ നമുക്ക് കാണിക്കുള്ളൂ, എന്നിട്ട് അതിൻ്റെ പേര് ഏതാണെന്ന് ചോദിക്കും. സിമ്പിൾ ക്വസ്റ്റ്യനാണ് അറിയുന്നവർക്ക്, പക്ഷെ നമുക്കത് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ പോയി ആ മാർക്ക്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ബയോളജിയിൽ. അങ്ങനെ കുറേ ഡയഗ്രാംസ് വരുന്നുണ്ട്. പിന്നെ +1 നമുക്കൊരു പ്രത്യേകത ഉണ്ട്, +1 +2. അപ്പോൾ നമുക്ക് മലയാളത്തിലും ആൻസേഴ്സ് എഴുതാം. മംഗ്ലീഷ് ഒരിക്കലും എഴുതരുത്, കലർത്തി എഴുതരുത്, മലയാളത്തിൽ എഴുതാം. പിന്നെ വലിയ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷാക്കി എഴുതുക. നമ്മുടെ നമ്മൾ വിവരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗമൊക്കെ നമുക്ക് മലയാളത്തിലാക്കിയിട്ട് എഴുതാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ മലയാളം മീഡിയത്തിലുള്ള കുട്ടികളാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം മലയാളം. അപ്പം എനിക്ക് കുറേ നല്ല ബുദ്ധിമുട്ടില്ല അങ്ങനെ വായിച്ച് പഠിക്കാൻ. ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ഞാൻ പഠിച്ചതെങ്കിലും
നമുക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കുറേ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സാറുമാർ ഓരോ ക്ലാസ്സിൽ പറഞ്ഞു തരുമല്ലോ, അപ്പം പറയുന്ന സമയത്ത് ഞാൻ പോസ് ചെയ്യും. എന്നിട്ട് അവരുടെ പറയുന്ന കാര്യം എന്താണോ അതേപോലെ മലയാളത്തിൽ എഴുതി വയ്ക്കും. ഞാൻ എൻ്റെ ഒരു ചാപ്റ്ററിൽ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടണിയിൽ ഫുള്ള് നമുക്ക് C4 പാത്വേ പഠിക്കാനുണ്ട്, C3 പാത്വേ എന്നൊക്കെ പഠിക്കാനുണ്ട്. നമ്മുടെ റെസ്പിറേഷൻ്റെ ചാപ്റ്ററിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ C4 പാത്വേയിൽ നടക്കുന്ന കാര്യങ്ങൾ, C3 പാത്വേയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ നന്നായി വിവരിച്ചിട്ടുണ്ട് ടെക്സ്റ്റിൽ. എനിക്ക് അത് കാണാതെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഈ ചോദ്യം എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ കാണാതെ പഠിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പം കാണാതെ പഠിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായി അവസാന നിമിഷമൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സാറുമാരെന്താണോ പറയുന്നത് അതേപോലെ ഞാൻ സ്റ്റിക്കി നോട്ടാക്കി എഴുതി വെച്ച് അതിൽ ഫുള്ള് അത് ഞാൻ കാണാതെ പഠിച്ച് പോവുക ചെയ്തത്. മലയാളം പറഞ്ഞ് പഠിക്കാം. മലയാളം പിന്നെ സുഖമാണല്ലോ, നമുക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു പഠിക്കാൻ സുഖമാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് നന്നായി എഴുതാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ചോദ്യം, ഈ ഭാഗത്തുനിന്ന് വന്ന ചോദ്യം നന്നായി എഴുതാൻ പറ്റി. ഇംഗ്ലീഷ് മലയാളം ആക്കേണ്ടി വന്നില്ല. കോൺസെപ്റ്റ് വന്നു, പെട്ടെന്ന് ഇംഗ്ലീഷിലൊക്കെ ആക്കി എഴുതാൻ പറ്റി. അങ്ങനെ വിവരിക്കാൻ വന്നിരുന്നെങ്കിൽ ഞാൻ എന്തായാലും മലയാളത്തിൽ എഴുതി വെച്ചേനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ +1 ബയോളജിയുടെ ഒരു കിടപ്പ് വശം. ഓൾമോസ്റ്റ് ഒരു കാര്യമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിനെ ബന്ധപ്പെട്ടിട്ടോ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഡൗട്ടാണ് ഇനി ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. വലിയതായിട്ട് പഠിക്കാനൊന്നുമില്ല ബയോളജി. നമ്മൾ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് ഒന്നാമത് കുറച്ച് വൈകിട്ടല്ലേ തുറക്കുക, അതായത് ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ തുറക്കുക. പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലായി വരാൻ കുറച്ച് സമയം എടുക്കും. 10th പോലെ അല്ല ഒരിക്കലും +1. കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് പഠിക്കണം. തുടങ്ങുമ്പോൾ തോന്നും പറ്റും എന്നൊക്കെ തോന്നും ആദ്യമൊക്കെ, പക്ഷെ അതൊരിക്കലും നടക്കില്ല. അവസാനം എത്തുമ്പോൾ നമുക്ക് നല്ല പ്രഷറായിരിക്കും. കാരണം കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും. ഒരു ചാപ്റ്ററിന് നല്ല വലുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ആദ്യം തൊട്ടേ നല്ല പെർഫെക്റ്റായി കൺസിസ്റ്റൻ്റായി പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ അവസാന നിമിഷം എഴുതാൻ പറ്റൂ. ഇപ്പം നമ്മൾ പാറ്റേണൊക്കെ മാറ്റില്ല. അപ്പം അങ്ങനെ നന്നായി പഠിക്കാൻ നോക്കാം. നിങ്ങൾക്കിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ +1 അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പഠിച്ച് തുടങ്ങിയോ, എന്താണ് സംഭവം എന്നൊക്കെ കമൻറ്റ് ചെയ്യാമോ, ഇപ്പോഴും അടിച്ച് പൊളിച്ച് നടക്കുകയാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.